ഹലോ എവരിവൺ, ഡിറ്റർമിനൻസിനെ കുറിച്ചുള്ള ആറാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ടറി വീഡിയോ ചെയ്തപ്പം അതിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ കാണുന്നത്. ഒന്നാമത്തേത് കമ്പ്യൂട്ടേഷൻ ഓഫ് എ ഇൻവേഴ്സ്. നമ്മൾ ഓൾറെഡി കണ്ടപോലെ നമുക്ക് ഡിറ്റർമിനൻറ്റിനെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ 2/2 കേസ് എടുക്കുകയാണെങ്കിൽ ABCD ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് 1/AD - BC × D - B - C A which is equal to 1 determinant of A into C11, C21, C12, C22. ഇങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് എടുക്കുമ്പം നമുക്ക് കിട്ടുന്നത്. 2/2 കേസിൻ്റെ നമ്മളിതൊരു ഇല്ലസ്ട്രേഷൻ പോലെ പറയുന്നതാണ്. അപ്പം നമ്മൾ 2/2 കേസിൽ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. We are dividing by the determinant and A is invertible exactly when determinant A is non-zero. നമ്മളപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോർമുലയ്ക്കകത്ത് ഒരു ഡിവിഷൻ വരുന്നുണ്ട്. ആ ഡിവിഷൻ നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോൺ സീറോ ആയിരിക്കണം. ഡിറ്റർമിനൻ്റ് ഓഫ് എ സീറോ ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാനായിട്ടും പറ്റത്തില്ല. അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ സീറോ ആണെങ്കിൽ നമ്മുടെ ഡിവിഷൻ അൺഡിഫൈൻഡ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ നോൺ സീറോ ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ, നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ടും പറ്റുള്ളൂ. പിന്നെ നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് കോഫാക്ടർ C11 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നോക്കുമ്പോൾ D ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ C11 is equal to D ആണ്. അതേപോലെ C12 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും പോയിട്ട് ബാക്കിയുള്ളത് C ആണ്. അത് C12 ആയതുകൊണ്ട് ഒരു മൈനസും വരും. അപ്പം നമ്മുടെ രണ്ടാമത്തെ കോഫാക്ടർ എന്ന് പറയുന്നത് -C ആണ്. നമ്മുടെ ഒന്നാമത്തെ കോഫാക്ടർ നമ്മൾ എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒന്നാമത്തെ കോഫാക്ടർ ആയിട്ടുള്ള D 112 പൊസിഷനിൽ തന്നെയാണുള്ളത്. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ കോഫാക്ടർ നമ്മൾ C12 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ -C 212 പൊസിഷനിലാണ് ഉള്ളത്. ഫസ്റ്റ് കോളം സെക്കൻഡ് റോയിലാണ് നമ്മുടെ -C എന്നുള്ളത്. അപ്പം നമ്മൾ കണ്ടു C12 എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് കോളം സെക്കൻഡ് റോയിലാണ് ഉള്ളത്. അപ്പം നമുക്കറിയാം the row AB times C11 C12 produces AD - BC. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു C11 എന്ന് പറയുന്ന D ആണെന്നും C12 എന്ന് പറയുന്ന -C ആണെന്നും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ AB × C11 C12 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് AD - BC കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഡിറ്റർമിനൻ്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്ന തന്നെയാണ്. കോഫാക്ടർ ഫോർമുല ഉപയോഗിച്ചിട്ട് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നു. ഇത് അല്ലെങ്കിൽ കോഫാക്ടർ എക്സ്പാൻഷൻ ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്നും നമുക്ക് വിളിക്കാം. അത് തന്നെയാണിത്. The cofactor matrix C is transposed while calculating A inverse. നമ്മൾ കണ്ടല്ലോ C12 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ A ഇൻവേഴ്സിൻ്റെ അകത്ത് 212 പൊസിഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കോഫാക്ടർ മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുന്നുണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ A ഇൻവേഴ്സ് എന്ന് പറയുന്നത് C ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. അതായത് A ഇൻവേഴ്സിൻ്റെ ijth എൻട്രി എന്ന് പറയുന്നത് CJith എൻട്രി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും A ഇൻവേഴ്സിൻ്റെ ijth എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിനി പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഈ ഫോർമുല ട്രൂ ആണെന്നുള്ള കാര്യമാണ് നമ്മളിനി പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? A ഇൻവേഴ്സ് is equal to C ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ എന്നാണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് A × C ട്രാൻസ്പോസ് is equal to ഡിറ്റർമിനൻ്റ് ഓഫ് A × I ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും മതി. നമുക്ക് ഈ ഫോർമുല തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഡിറൈവ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ A × C ട്രാൻസ്പോസ് is equal to ഡിറ്റർമിനൻ്റ് ഓഫ് A × I എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. A × C ട്രാൻസ്പോസ് is equal to ഡിറ്റർമിനൻ്റ് ഓഫ് A × I എന്ന് പറയുമ്പോഴത്തേക്കും ഡയഗണലിൽ മാത്രം ഡിറ്റർമിനൻ്റ് ഓഫ് എ വരും, ബാക്കി എല്ലാ എൻട്രീസും 0 വരും. അങ്ങനെയുള്ളതാണ് അങ്ങനെയുള്ള മെട്രിക്സ് ആണ് ഡിറ്റർമിനൻ്റ് ഓഫ് A × I എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പം നമ്മളിനി ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും. അപ്പം നമ്മളിവിടെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം A11 C11 + A12 C12 +
എക്സെട്ര പ്ലസ് A1n C1n എന്നാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ കോഫാക്ടർ മെട്രിക്സിനെ ട്രാൻസ്പോസ് ചെയ്തതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് റോ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളമായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് A11 C11 പ്ലസ് A12 C12 പ്ലസ് എക്സെട്ര A1n CN എന്നാണ് കിട്ടുന്നത്. അത് നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ എക്സ്പാൻഷനാണ്. ഫസ്റ്റ് റോ വെച്ചിട്ടുള്ള കോഫാക്ടർ എക്സ്പാൻഷനാണ് അത്. അപ്പം നമ്മൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ തന്നെയാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ ആദ്യത്തെ പൊസിഷനിൽ എഴുതിയിരിക്കുന്ന ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഇനി നമ്മൾ രണ്ടാമത്തെ ഡയഗണൽ എൻട്രി എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളവും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിവിടുത്തെ രണ്ടാമത്തെ ഡയഗണൽ എൻട്രി കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? A21 ഇൻറ്റു C21 പ്ലസ് A22 ഇൻറ്റു C22 പ്ലസ് എക്സെട്ര പ്ലസ് A2n ഇൻറ്റു C2n അങ്ങനെയായിരിക്കും. അതായത് അത് നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വേറൊരു എക്സ്പ്രഷൻ, ഏത് റോ 2 ഉപയോഗിച്ചിട്ടുള്ള ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ എക്സ്പാൻഷനാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഡയഗണൽ എൻട്രിയും ഡിറ്റർമിനൻ്റ് ഓഫ് എ തന്നെയായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ ഡയഗണൽ എൻട്രീസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ തന്നെയായിരിക്കും കിട്ടുന്നത്. എവറി റോ ഓഫ് എ മൾട്ടിപ്ലൈസ് ഇറ്റ്സ് കോഫാക്ടർ ടു ഗീവ് ദ സെയിം ആൻസർ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഓൺ ദ ഡയഗണൽ. അപ്പോൾ ഡയഗണലിലുള്ളതെല്ലാം ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയി. അടുത്തായിട്ട് നമുക്ക് കാണേണ്ടത് ഓഫ് ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് നമുക്ക് ആദ്യമേ നമുക്ക് നോക്കാം, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 1 2th പൊസിഷനിലുള്ള എലമെൻറ്റ് എങ്ങനെ 0 ആയെന്നുള്ളത് നമുക്ക് നോക്കാം. അതേ രീതിയിലാണ് ബാക്കി എലമെൻറ്റ്സ് 0 ആവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇഫ് വി കമ്പൈൻ ദ എൻട്രീസ് A1j ഫ്രം റോ 1 വിത്ത് കോഫാക്ടേഴ്സ് C2j ഫോർ റോ 2, അതായത് നമ്മൾ റോ 2 എന്ന് ഇവിടെ പറയുമ്പോൾ നമ്മൾ C ട്രാൻസ്പോസ് എടുക്കുന്നത് കൊണ്ട് അത് കോളത്തിലാണ് വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് 0 കിട്ടുന്നു? അതായത് A11 C21 പ്ലസ് A12 C22 പ്ലസ് എക്സെട്ര പ്ലസ് A1n C2n ഇസ് ഈക്വൽ ടു 0. ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ എക്സ്പാൻഷനായിട്ട് നമുക്ക് തോന്നാം, ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ ഒരു എക്സ്പ്രഷനായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അപ്പം നമുക്കവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ A11ഉം C21ഉമാണ്. നമുക്ക് A21 C21 പ്ലസ് A22 C2 പ്ലസ് എക്സെട്ര പ്ലസ് A2n C2n ആയിരുന്നെങ്കിൽ നമുക്കത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരുന്നെന്ന് പറയായിരുന്നു. പക്ഷേ നമുക്കിവിടെ അങ്ങനെയല്ല, A11 C21 പ്ലസ് എക്സെട്ര അങ്ങനെയാണ് നമുക്കുള്ളത്. അപ്പം നമുക്കിതിനെ പുതിയൊരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മൾ പുതിയൊരു മെട്രിക്സ് ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. B എന്നുള്ളൊരു മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. നമ്മുടെ കോഫാക്ടേഴ്സ് നോക്കിയാൽ C21 C22 എക്സെട്ര C2n, അതായത് നമ്മൾ സെക്കൻഡ് റോയിലുള്ള കോഫാക്ടേഴ്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റ്സ് ഈ എലമെൻറ്റ്സ് തന്നെയാണെങ്കിൽ, അതായത് B എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കുന്നത് A എന്ന് പറയുന്ന മെട്രിക്സിലെ സെക്കൻഡ് റോ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് റോ തന്നെ സെക്കൻഡ് റോയിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് നമ്മുടെ B എന്ന് പറയുന്ന മെട്രിക്സ്. അതായത് ദ ഫസ്റ്റ് റോ ഓഫ് എ ഈസ് കോപ്പീഡ് ഇൻ ടു ദ സെക്കൻഡ് റോ ഓഫ് ബി. അപ്പോൾ ബിയുടെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും സെയിം ആണ്, അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് ബി 0 ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സ്പാൻഷൻ 0 ആയിരിക്കും എന്ന് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ എൻട്രീസും 0 ആണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പറ്റും. നമ്മൾ ഓരോ റോസ് മാറ്റിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ബാക്കിയുള്ളതെല്ലാം 0 ആണെന്ന് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പം നമുക്ക് A ഇൻറ്റു C ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു I എന്നുള്ളത് ട്രൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മളുടെ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരുന്ന ഫോർമുല ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ട് A ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ പറയുന്ന എയുടെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഈ ഫോർമുല ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡിറ്റർമിനൻറ്റിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് AX ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടാണ്. നമുക്കിങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. AX ഈക്വൽ ടു ബി എന്നുള്ളൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണെങ്കിൽ A എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിലാണ് നമുക്ക് യൂണിക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടും പറ്റുന്നത്. അപ്പോൾ A ഇൻവെർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് X ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതാനായിട്ടും പറ്റും. A ഇൻവേഴ്സിൻ്റെ ഫോർമുല ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, അത് C ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് A ആണ്. അപ്പോൾ നമുക്ക് X is equal to C transpose B divided by determinant of A ആണ് എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. A ഇൻവേഴ്സിൻ്റെ ഫോർമുല നമ്മളിവിടെ എക്സിൻ്റെ വാല്യൂവിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് C ട്രാൻസ്പോസ് B ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് A ആണെന്നാണ്. അപ്പം നമുക്ക് ഈ ആൻസർ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു സ്പെഷ്യൽ വേ ഉണ്ട്, അതാണ് നമ്മൾ കാർമേഴ്സ് റൂളിൽ കാണുന്നത്.
അപ്പോൾ ഈ റൂളിൽ പറയുന്നത് ദ ജേത്ത് കമ്പോണൻറ്റ് ഓഫ് എക്സ്, എക്സിൻ്റെ ജേത്ത് കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ എക്സ് ജെ ഇസ് ദ റേഷ്യോ എക്സ് ജെ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ബി ജെ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ. നമ്മളിവിടെ ഒരു പുതിയ മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ബി ജെ എന്നുള്ളൊരു പുതിയ മെട്രിക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് ജേത്ത് കമ്പോണൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ജെ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ്. അപ്പോൾ ഈ ബി ജെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അകത്ത് ജേത്ത് കോളം ഡിലീറ്റ് ചെയ്തിട്ട് ആ ജേത്ത് കോളത്തിൻ്റെ സ്ഥാനത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ബീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എയുടെ ജേത്ത് കോളത്തിനെ മാറ്റിക്കളഞ്ഞിട്ട് അവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ മെട്രിക്സിനെയാണ് നമ്മൾ ബി ജെ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളുടെ എക്സ് ജെ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ജെ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് ഇതിൻ്റെ പ്രൂഫാണ് നമ്മളിനി നോക്കുന്നത്. നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ജെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജേത്ത് കോളം ഉപയോഗിച്ചിട്ട് കോഫാക്ടർ എക്സ്പാൻഷൻ എഴുതുന്നു. ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ജെയുടെ കോഫാക്ടർ എക്സ്പാൻഷൻ വിത്ത് റെസ്പെക്ട് ടു ജേത്ത് കോളം നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്: B1 C1 J പ്ലസ് B2 C2 J പ്ലസ് എക്സെട്ര പ്ലസ് BN CN J. ഇതായിരിക്കും നമ്മുടെ ജേത്ത് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറ്റർമിനൻറ്റിൻ്റെ എക്സ്പാൻഷൻ. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ സി ട്രാൻസ്പോസ് ഇൻറ്റു ബിയുടെ ജേത്ത് കമ്പോണൻറ്റ് തന്നെയാണ്. നമ്മൾ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ എക്സ്പാൻഷൻ എഴുതുന്നത് സി ട്രാൻസ്പോസ് ഇൻറ്റു ബി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ജേത്ത് കമ്പോണൻറ്റ് തന്നെയാണ് നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ജെ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പറയാനായിട്ടും പറ്റും എക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ജെ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ, എക്സ് ഈസ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ സി ട്രാൻസ്പോസ് ബി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ അതിൻ്റെ ജേത്ത് കമ്പോണൻ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ജെ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ x1 ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ് B1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ B1 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എ ഏതാണെന്ന് നോക്കാം. എ എന്ന് പറയുന്നത് 1 3 2 4 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ ആ എയുടെ ഫസ്റ്റ് കോളത്തിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 6 എന്നുള്ളത് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് B1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡഡ് ബൈ എയുടെ ഡിറ്റർമിനൻറ്റ് അത് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. അപ്പോൾ x1 എന്ന് പറയുന്നത് 9 ആണ്. അതേപോലെ x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ എയുടെ സെക്കൻഡ് കോളത്തിനെ ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ നമ്മുടെ 0 6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് B2. അപ്പോൾ നമ്മുടെ x2 എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് B2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് -3 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ AX ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഡിറ്റർമിനൻറ്റിനെ യൂസ് ചെയ്യുന്നത്. ഡിറ്റർമിനൻറ്റിൻ്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബോക്സിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. The connection between the determinant and the volume is the clearest when all angles are right angles. നമ്മളുടെ എല്ലാ ആംഗിൾസും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോക്സിലെ എല്ലാ ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആകുമ്പോഴാണ് നമുക്ക് ഡിറ്റർമിനൻറ്റും വോളിയവും തമ്മിലുള്ള ബന്ധം കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ടും പറ്റുന്നത്. റൈറ്റ് ആംഗിൾ ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്ജസ് പെർപെൻഡിക്കുലർ ആകുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ എഡ്ജസ് എല്ലാം പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മുടെ ബോക്സ് റെക്റ്റാങ്കുലർ ബോക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ബോക്സാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്കതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. വോളിയം എന്ന് പറയുന്നത് എല്ലാ എഡ്ജിൻ്റെയും ലെങ്തിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. വോളിയം ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ എഡ്ജ് ലെങ്ത്സ്. അപ്പോൾ ഇനി നമ്മൾ പറയേണ്ടത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നതും ഈ സെയിം തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വി വാണ്ട് ടു ഒബ്റ്റെയിൻ ദ സെയിം L1 L2 etc. Ln from determinant of A where the edges of that boxes are rows of A. നമ്മുടെ ബോക്സിൻ്റെ എഡ്ജുകൾ എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സിൻ്റെ റോസ് ആണ്. മെട്രിക്സിൻ്റെ റോസ് കൊണ്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ബോക്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മുടെ വോളിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇതിനോട് സെയിം ആണ് അല്ലെങ്കിൽ വോളിയത്തിനോട് സെയിം ആണ് എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പം നമ്മുടെ ആംഗിൾ റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് നമ്മുടെ റോസ് എയിലുള്ള നമ്മൾ എഡ്ജസിൻ്റെ കോർഡിനേറ്റ്സ് റോസ് ആയിട്ട് എഴുതിയിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്ന ആ മെട്രിക്സിൻ്റെ റോസ് എല്ലാം ഓർത്തോഗണൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. കാരണം എന്താണ്, നമ്മുടെ ആംഗിൾസ് എല്ലാം റൈറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ എഡ്ജസ് എല്ലാം പെർപെൻഡിക്കുലർ ആണ്. എഡ്ജസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസ് ഓർത്തോഗണൽ ആയിട്ടുള്ള റോസ് ആയിരിക്കും. അപ്പം നമുക്ക്
എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. കാരണം റോസ് ഓർത്തോഗണൽ ആയതുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് റോസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ പിന്നെ പോയിട്ട് നമുക്ക് ഡയഗണലിൽ മാത്രമേ എൻട്രീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡയഗണലിലുള്ള എൻട്രി എന്ന് പറയുന്നത് റോ 1 സ്ക്വയർ, റോ 2 സ്ക്വയർ എക്സെട്ര അങ്ങനെയായിരിക്കും. അപ്പോൾ റോ 1 എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് എഡ്ജിനെ കറസ്പോണ്ട് ചെയ്യുന്ന ആ കോർഡിനേറ്റ്സ് ആണ് റോ 1-ലുള്ളത്. അപ്പോൾ റോ 1 സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ലെങ്ത് ആയിരിക്കും കിട്ടുന്നത്, ലെങ്തിൻ്റെ സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റോ 1 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. A11 സ്ക്വയർ പ്ലസ് A12 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് A1n സ്ക്വയർ ആയിരിക്കും നമുക്ക് റോ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. അത് L1 സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡയഗണലിലുള്ളതെല്ലാം L1 സ്ക്വയർ, L2 സ്ക്വയർ എക്സെട്ര അങ്ങനെ Ln സ്ക്വയർ എന്നുള്ള ഫോമിലായിരിക്കും ഉള്ളത്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പം നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിനെ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് വിളിക്കാം. പിന്നെ നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്നുള്ളത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു L1, L2 എക്സെട്ര Ln കിട്ടും. പിന്നെ നമ്മുടെ ഇക്വേഷൻ സൈനിന് വ്യത്യാസം ഉണ്ടാകും. ആ സൈന് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലായിട്ടുള്ള XYZ സിസ്റ്റമാണോ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ YXZ സിസ്റ്റമാണോ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സൈന് വരുന്നത്. അപ്പോൾ സൈൻ നമ്മൾ ഏത് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ ബോക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ എഡ്ജസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മളുടെ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് വോളിയം ഓഫ് എ ബോക്സ് ആണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തു. ഇനിയിപ്പം നമ്മുടെ ആംഗിൾസ് 90 ഡിഗ്രി അല്ലെങ്കിൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇഫ് ദ ആംഗിൾസ് ആർ നോട്ട് 90 ഡിഗ്രി ദ വോളിയം ഈസ് നോട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ദി ലെങ്ത്. ആംഗിൾ 90 ഡിഗ്രി അല്ലെങ്കിൽ നമുക്ക് എല്ലാ എഡ്ജസിൻ്റെയും ലെങ്തിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് വോളിയം കിട്ടുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മളൊരു പാരലലോഗ്രാം ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പാരലലോഗ്രാം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നത് ബേസ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ബേസ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പാരലലോഗ്രാത്തിൻ്റെ വോളിയം കിട്ടുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഒരു പാരലലോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ലെങ്ത് എന്ന് പറയുന്നത് ഈ വെക്ടറിൻ്റെ ലെങ്താണ്. അപ്പം നമ്മുടെ ബേസ് ലെങ്ത് നമ്മൾ ഇവിടെയുള്ള കോർഡിനേറ്റിനാണ് നമ്മൾ A11, A22 എന്ന് വിളിക്കുന്നത്. അതേപോലെ നമ്മുടെ രണ്ടാമത്തെ കോർഡിനേറ്റ് A21, A22 ആണ്. സോറി, ഇവിടെ A11, A12 നമ്മുടെ രണ്ടാമത്തെ കോർഡിനേറ്റ് A21, A22 ആണ്. അപ്പം നമ്മൾ ബേസ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഉള്ളതൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇവിടുത്തെ ബിയും പിയും എച്ചും എല്ലാം വെക്ടേഴ്സ് ആണ്, അതൊന്നും സ്കേലേഴ്സ് അല്ല. അപ്പം നമുക്ക് H ഈസ് ഈക്വൽ ടു നോം ഓഫ് B മൈനസ് പി എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും ഈ ഹൈറ്റിനെ. അപ്പം നമ്മൾ പറയുന്നു the volume of a parallelogram equals the base times the height h. The vector b minus p of length h is the second row b minus the projection p onto the first row. അപ്പോൾ നമ്മുടെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ബേസിൻ്റെ ലെങ്ത് മൈനസ് പ്രൊജക്ഷൻ, നമ്മൾ ഈ ബീനെ എയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ലെങ്താണ് നമ്മുടെ ഈ ഹൈറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് നമ്മൾ പൈതഗോറസ് തിയറി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാരലലോഗ്രാം കണ്ടിട്ട് വോളിയം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല L/H ആണ്. അപ്പോൾ L/H എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് A11, A22, B മൈനസ് പി എന്ന് പറയുന്നത് നമ്മൾ ഈ ബിയിൽ നിന്ന് നമ്മൾ ഈ പ്രൊജക്ഷൻ ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ റോ എന്ന് പറയുന്നത്. By rule 5, determinant of A is unchanged when a multiple of row 1 is subtracted from row 2. നമ്മൾ റൂള് 5 നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് റൂൾ 5 വെച്ചിട്ട് നമ്മൾ കണ്ടതാണ്. നമ്മൾ ഒരു റോയിനെ വേറൊരു റോയിന് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിറ്റർമിനൻറ്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല എന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുക്കുന്നതും എ എന്ന് പറയുന്ന വെക്ടർ ഫസ്റ്റ് റോ ആയിട്ടും ബി എന്ന് പറയുന്ന വെക്ടർ സെക്കൻഡ് റോ ആയിട്ടും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നും വരത്തില്ല. കാരണം പി എന്ന് പറയുന്നത് എയുടെ ഒരു മൾട്ടിപ്പിളാണ്.
എയിലേക്ക് നമ്മൾ ബീനെ പ്രൊജക്റ്റ് ചെയ്യിക്കുന്നതാണ് ഇത്. അപ്പം നമ്മുടെ പി എന്ന് പറയുന്നതും എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എയുടെ ഒരു സ്കേലാർ മൾട്ടിപ്പിളാണ് പി എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. 1ൽ കുറവുള്ളൊരു സ്കേലാർ മൾട്ടിപ്പിളാണ്. 1ൽ കുറവുള്ളൊരു സ്കേലാറിനെയും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പി കിട്ടുന്നത്. കാരണം എയുടെ ലെങ്തിനേക്കാളും കുറവാണ് പിയുടെ ലെങ്ത്. അപ്പം നമുക്ക് ഈ ബി മൈനസ് പി എന്ന് പറയുന്നത് നമ്മൾക്ക് റോ ടു മൈനസ് എ സ്കേലാർ ഇൻറ്റു റോ 1 ആണ് എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. അപ്പം നമ്മൾ 2 മെട്രിക്സ് അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഡിറ്റർമിനൻറ്റ് സെയിം തന്നെയായിരിക്കും. വി ക്യാൻ ചേഞ്ച് ദ പാരലലോഗ്രാം. അപ്പോൾ നമുക്കിങ്ങനെ ഡിറ്റർമിനൻറ്റ് സെയിം കിട്ടുന്നത് കൊണ്ട് നമുക്ക് എ ബി എന്ന് പറയുന്ന മെട്രിക്സും കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പാരലലോഗ്രാമിൻ്റെ ഡിറ്റർമിനൻറ്റും റെക്റ്റാങ്കിളിൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം ആണെന്നാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പം നമുക്ക് പാരലലോഗ്രത്തിനെ നമുക്കൊരു റെക്റ്റാങ്കിളാക്കി മാറ്റാനായിട്ടും പറ്റും. റെക്റ്റാങ്കിളാക്കി മാറ്റുമല്ല നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളുടെ പാരലലോഗ്രത്തിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും ഡിറ്റർമിനൻറ്റ് സെയിം ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പം വി ക്യാൻ ചേഞ്ച് ദ പാരലലോഗ്രാം ഇൻ ടു എ റെക്റ്റാങ്കിൾ വെർ ഇറ്റ് ഈസ് ഓൾറെഡി പ്രൂവ്ഡ് ദാറ്റ് വോളിയം ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ്. അപ്പം നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ഓൾറെഡി വോളിയം ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പാരലലോഗ്രാം ആണെങ്കിലും നമ്മളതിനെ റെക്റ്റാങ്കിളിൻ്റെ ഫോമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും വോളിയം ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ 2x2 സിസ്റ്റം ചെയ്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഫിഗർ വരച്ചിട്ട് ചെയ്യാനായിട്ടും പറ്റിയത്. n ഡയമെൻഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഇതേ സ്റ്റെപ്പ് കുറേ പ്രാവശ്യം ചെയ്യേണ്ടി വരും. നമ്മളിവിടെ ഒരു പ്രൊജക്ഷൻ ഇവിടെ എടുക്കേണ്ടി വന്നുള്ളൂ. n ഡയമെൻഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രൊജക്ഷൻ്റെ എണ്ണമൊക്കെ കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടുതലായിരിക്കുമെന്നേ ഉള്ളൂ. നമ്മൾ സെയിം ഐഡിയ തന്നെയാണ് n ഡയമെൻഷൻ കേസ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. The volume and determinant are unchanged if we subtract from each row its projection onto the space spanned by the preceding rows. അപ്പം നമ്മൾ പ്രൊജക്ഷൻ എടുത്തിട്ട് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്താൽ നമ്മുടെ വോളിയത്തിന് ഡിറ്റർമിനൻറ്റിന് വ്യത്യാസം വരത്തില്ല. അപ്പം നമ്മുടെ വോളിയത്തിനും വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പം നമുക്ക് ഇത് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പം ഡിറ്റർമിനൻറ്റ് ഓഫ് 1 0 0 1 1 0 എന്ന് പറയുന്നത് ഇവിടെയുള്ള വെക്ടർ, 01 എന്ന് പറയുന്നത് ഇവിടെയുള്ള വെക്ടർ. അപ്പോൾ നമ്മുടെ 1 0 0 1 എന്നുള്ള ആ മെട്രിക്സും കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വോളിയം ഇവിടെ നമ്മൾ 2x2 കേസാണ് കൺസിഡർ ചെയ്യുന്നത്. 2x2 കേസിൽ വോളിയവും ഏരിയയും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ് ആണ് അതിൻ്റെ വോളിയം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ വോളിയം 1 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത മെട്രിക്സ് നോക്കിക്കുക. അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 C1 എന്നുള്ള മെട്രിക്സ് ആണ്. 1 0 എന്നുള്ളത് ഇവിടെയുണ്ട്. C1 എന്നുള്ളത് ഇവിടുത്തെ ഒരു പോയിൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് 1 0 C1 എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് പാരലലോഗ്രാമാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഒരു പാരലലോഗ്രാമാണ്. നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോഴും നമുക്കിതിൻ്റെ ഡിറ്റർമിനൻറ്റും ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഡിറ്റർമിനൻറ്റ് ഓഫ് 1 0 C1 ഈസ് ഈക്വൽ ടു 1 തന്നെയാണ്. അപ്പം നമ്മുടെ പാരലലോഗ്രാമിൻ്റെ വോളിയം അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നതും 1 തന്നെയായിരിക്കും. നമ്മളിവിടെ തിയറി പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു പാരലലോഗ്രാം ആണെങ്കിൽ നമ്മളതിനെ റെക്റ്റാങ്കിളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനുള്ള എക്സാമ്പിളാണ് കണ്ടത്. ഈ പാരലലോഗ്രാമിൻ്റെയും അതിനെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യിച്ചിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെയും വോളിയം അല്ലെങ്കിൽ ഏരിയ സെയിം തന്നെ ആയിരിക്കും. ഇവിടെ 2x2 കേസ് ആയതുകൊണ്ടാണ് വോളിയവും ഏരിയയും സെയിം ആണെന്ന് പറഞ്ഞത്. 3x3 ഹയർ ഡയമെൻഷനിലേക്ക് പോകുമ്പോഴത്തേക്കും വോളിയം എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ തന്നെ ആയിരിക്കും. താങ്ക് യു.